അല്ലാതെ നിന്നെ പിന്നെ എവിടെ അറിയും മുട്ടോ? ഹലോ, നിങ്ങള് ആന വല്ലതും ചെയ്തിട്ടുണ്ടോ? ചേട്ടാടി ചോദിക്കണത് തിരുമേനിയുടെ മതം പൊട്ടി ആന നിന്നെ വല്ലതും ചെയ്തിട്ടുണ്ടോന്ന്? പോണോ? പാർവതി പാർവതി വിടൂ എന്നെ അവഹേളിക്കല്ലേ. പാർവതി വിടൂ. സത്യം പറയൂ, എന്റെ കുട്ടിയുടെ അച്ഛൻ ആരാണ്? ശിവ ഞാനല്ല പാർവതി. പാർവതിയമ്മേ, ഞാനാണെന്ന് വെച്ചോളൂ. വേണമെങ്കിൽ ഞാനോടാണെന്ന് വെച്ചോളൂ. വേണ്ട, നീ വെക്കണ്ട. കുട്ടിയുടെ അച്ഛൻ ഞാൻ തന്നെ. പാർവതി, നമുക്ക് ഇന്നത്തേക്ക് പോവാ. ഒന്ന് ചിരിക്കൂ. നമുക്ക് ഇന്നത്തേക്ക് പോവാ. ഇത് പിടിച്ചോളൂ. വല്ലാതെ ക്ഷീണിച്ചിരിക്കണം. മഹാമായേ, ശക്തി, മഹാശക്തി, പടകാളി, ഭദ്രകാളി, അമ്മേ അമ്മേ അമ്മേ. ആനപ്പുറത്തേറിക്കഴിഞ്ഞാൽ വനത്തിട്ട് തീരും വരെ ഈ മന്ത്രമൂളിയുടെ വീശി നിർത്തരുത്. ഇല്ല. വിളംബരം കേട്ട് കഴിഞ്ഞാൽ നിന്ന നിൽപ്പിൽ നിന്ന് എടുത്ത് ചാടരുത്. ഇല്ല. ഞങ്ങൾ 4-5 പേർ ആനപ്പുറത്തേറി മരിച്ചു കഴിയുമ്പം ആന നന്നേ കുഴയും. എടുത്ത് കടകം പിടിച്ചൊരു തീ മൂടി നീട്ടി 4 വീശി ആകാശവും ഭൂമിയും പേടിച്ചു വിറയ്ക്കും. രാജകുമാരിയെയും കൊണ്ടിങ്ങ് പോരും. ആക്കം, നീ എന്താ ഒരുങ്ങാത്തത്? ഞാൻ വരുന്നില്ല അങ്ങനെ. ദേഹം മുഴുവനും വല്ലാത്ത ചൂട്. ആങ്ങളെ പോയി ജയിച്ചു വരെ. ആദ്യമായി പോന്നിറങ്ങുന്നയാൾ ഉപ്പംകൊട്ടപ്പന്റെ തിരുനടയിൽ ഒഴുകിട്ട് വരും. പെരുവഴി കിടന്ന് ചാകാൻ പിറന്നവനാണ് ആരോമണി. അവൻ മുന്നം കയറി നശിക്കട്ടെ. ആനപ്പുറത്തേറി വലത്തിട്ടാലും ഇല്ലേലും മരിച്ചു വീണാലും ഇല്ലേലും മറ്റാന പാപ്പാന്മാർ ക്ഷേത്രവളത്തിനകത്ത് വന്നുകൂടാ, ആനയെ തൊട്ടുകൂടും. ഇനി ഇവനുമായി അംഗം വെട്ടാൻ ഇടയില്ലെന്നാണ് തോന്നുന്നത്. സത്യം, അവൻ മരിച്ചോളൂ. ചന്ദ്രപ്പന്റെ ഒരു തുള്ളി ചോര പൊടിയാതെ ഇപ്പോഴേ നമ്മൾ അംഗവും ചെയ്യും. ഒന്നാം വലുപ്പം അമ്മാവ, ഈ മാതിരി മൂളിക്കോൽ അവനുണ്ട്. അതാ സത്യക്കുട്ടി ഞാനും ഓർക്കുന്നത്. വീണോ തന്നെ ക്ഷമിക്കണം രാജകുമാരി. ഇന്നേക്ക് 4-ാം നാൾ അങ്കത്തെട്ടിൽ വെച്ച് ഒരു പോരാളിയുമായി അംഗം വെട്ടേണ്ടവനാണ് ഞാൻ.
ചിലപ്പോൾ രാജകുമാരിയെ ഒരു വിധവയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അയ്യോ, അങ്ങനെ പറയരുത്. ഭദ്രേ, ഞാനിനി എന്തിനു ജീവിച്ചിരിക്കണം? തമ്പിക്കുട്ടി, അരുത്. ഒരു രാജപുത്രിയിൽ മാത്രം ജീവിതം ഒതുക്കരുത്. നിങ്ങൾ അതിലും എത്ര വലിയ മനുഷ്യനാണ്. നമ്മൾ വിചാരിച്ചാൽ ആ കൊട്ടാരം ഉൾപ്പെടെ ഇവിടെ കൊണ്ടുവന്ന് തറയ്ക്കും. ധൈര്യമായിരിക്കും. ചന്ദ്രപ്പനാണ് പറയണത്. അമ്മാവന് അങ്ങനെ ബുദ്ധിമോശം വരണതല്ല കുട്ടി. ആ, ഇതിലും വലുതേതോ വരാനിരുന്നെന്ന് കരുതും. പക്ഷേ ആ രാജകുമാരി എന്റെ തമ്പിക്കുട്ടിയുടെ കാൽക്കൽ വന്ന് വീഴും. എങ്ങനെ? ഇന്നും കഴിഞ്ഞ നാളെ അങ്കത്തട്ടിൽ ആ പെണ്ണിന്റെ പുരുഷൻ ഭീരുവായ ആരോമുണ്ണി എന്റെ അനന്തരവൻ ചന്ദ്രപ്പന്റെ കാൽക്കൽ മരിച്ചു വീഴും. ജയിച്ച് ആർക്കും കുരവയുമായി നമ്മൾ ഇങ്ങെത്തും. അടുത്ത നാഴികയ്ക്ക് കോലശ്രീരാജന് കുരുമാനമയക്കും. ആ രാജകുമാരിയെ പൂത്താല മകമ്പടി സേവിച്ച് ഈ പഠിപ്പുരവാദികൾ കൊണ്ടുവന്ന് നിർത്തും എന്റെ തമ്പിക്കുട്ടിക്ക് മാനരാസ. പറയൂ, പറയൂ. രാജാവ് നമുക്ക് അടിയറ പറഞ്ഞില്ലെങ്കിൽ ആ ക്ഷണം ഇവിടെ നിന്ന് പടനയിക്കും. രാജ്യം നമ്മുടെ കയ്യിൽ. ചന്ദ്രപ്പ, അതോടുകൂടി എന്റെ നേർപ്പങ്ങൾ മാക്കത്തിന് ഉടവ് കൊടുത്ത് അനുഗ്രഹിക്കുകയും വേണം. നിശ്ചയമായി. എന്താ മുഖം ഇന്നും പ്രസാദിക്കാത്തത്? കുമാരി ചിരിപ്പിച്ചിട്ട് വേണം എനിക്ക് അംഗത്തിന് പോകാൻ. സ്വല്പം നീങ്ങി നിൽക്കണം. അങ്ങനെ തൊടൂല്ലേ? ഇല്ല കുമാരി, ജയവും തോൽവിയും തീരുമാനിക്കുന്നത് ധീരനായ പുരുഷനെ ആഗ്രഹിക്കുന്ന സ്ത്രീ ഇതൊക്കെ സഹിക്കണം. തീരാത്ത വില കൊടുത്താലേ തോരാത്ത ധീരത കിട്ടുകയും.